ഇന്ത്യ മുന്നണിയെ വെട്ടിലാക്കിയും ബിജെപിയെ പുകഴ്ത്തിയും മുതിർന്ന കോൺഗ്രസ് നേതാവ് പി ചിദംബരം. ഇന്ത്യ മുന്നണി ജീർണാവസ്ഥയിലാണ്. മുന്നണിയുടെ ഭാവിയിൽ ആശങ്കയുണ്ട്. ഇന്ത്യ അതിശക്തമായ മുന്നണിയാണ്. ഇതിനെതിരെയാണ് ഇന്ത്യ മുന്നണി പോരാടാൻ ശ്രമിക്കുന്നത്. ബിജെപിയെ പുകഴ്ത്തിയും ചിദംബരം രംഗത്ത് വന്നു. ബിജെപിയെ പോലെ സംഘടനാപരമായി ഇത്ര ശക്തമായ പാർട്ടി ഇന്ത്യയിൽ മുൻപുണ്ടായിട്ടില്ലെന്നും ചിദംബരം പറഞ്ഞു. The future is not so bright as Mr. Mrityunjay Singh Yadav said. If the India alliance is totally intact, I'm very, very happy. It shows it's at the seams it's frayed. അതേസമയം ചിദംബരത്തെ തള്ളി എം കെ സ്റ്റാലിൻ രംഗത്തെത്തി. சார், ப. சிதம்பரம் இந்தியா கூட்டணி வீக்கா இருக்குன்னு சொல்லி ப. சிதம்பரம் அது அவருடைய கருத்து. സജിത്ത് ചേരുന്നു വിവരങ്ങളുമായി. സജിത്ത്, യുദ്ധ സാഹചര്യത്തിൽ ഇന്ദിരാഗാന്ധിയുടെ ഭരണവുമായി ബന്ധപ്പെട്ട് ഉയർത്തിയ വിമർശനങ്ങളിൽ കോൺഗ്രസിനെ അന്നേ അല്ലെങ്കിൽ പ്രതിസന്ധിയിലാക്കിക്കൊണ്ടുള്ള ഒരു നിലപാടൊക്കെ ചിദംബരം എടുത്തിട്ട് ദിവസങ്ങളായിട്ടേ ഉള്ളൂ. തൊട്ടുപിറകെ വീണ്ടും ബിജെപിക്ക് അനുകൂലമായ നിലപാട്, ഇന്ത്യ മുന്നണിയെ ഇകഴ്ത്തിക്കൊണ്ടുള്ള ഒരു നിലപാട്. ഏതെങ്കിലും തരത്തിലുള്ള ഒരു കൂടുമാറ്റമോ ഒരു രാഷ്ട്രീയ പാർട്ടി മാറ്റമോ മറ്റോ വിലയിരുത്തപ്പെടുന്നുണ്ടോ? എങ്ങനെയാണ് രാഷ്ട്രീയ വിലയിരുത്തലുകളൊക്കെ നടക്കുന്നത്? അപർണ, സംശയകരമാണ് പി ചിദംബരത്തിന്റെ നീക്കം. അപർണ സൂചിപ്പിച്ചതുപോലെ ഒരു കൂടുമാറ്റമാണോ എന്നതിൽ വ്യക്തത വരുത്തേണ്ടത് ചിദംബരം തന്നെയാണ്. വരും ദിവസങ്ങളിൽ ഇക്കാര്യത്തിൽ ചിദംബരം തന്നെ വ്യക്തത വരുത്തിയേക്കാം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇക്കാര്യത്തിൽ ഇപ്പോൾ സംഭവിക്കുന്നത് ഒരു പുസ്തക പ്രകാശനത്തിനിടയിൽ സംസാരിക്കുമ്പോഴാണ് പി ചിദംബരം ഈ തരത്തിൽ ബിജെപിയെയും എൻ ഡി എയും വാനോളം പുകഴ്ത്തുന്നത്. അതേസമയം ഇന്ത്യ മുന്നണിയുടെ ഭാവിയിൽ വലിയ ആശങ്കയുണ്ട് എന്നതാണ് അദ്ദേഹം വ്യക്തമാക്കുന്ന കാര്യം. മുന്നണിയിലെ പാർട്ടികൾക്ക് സ്ഥിരതയില്ല. ആ മുന്നണിയുടെ പ്രവർത്തനത്തിൽ അവസ്ഥയുണ്ട്. ഇപ്പോൾ തന്നെ ജീർണാവസ്ഥയിലാണ് ഇന്ത്യ മുന്നണി എന്ന കാര്യം കൂടി അദ്ദേഹം പറയുന്നു. ഒപ്പം പോരാടേണ്ടി വരുന്നത് ഇന്ത്യക്കെതിരെയാണ്. എൻ ഡി എ അതിശക്തമായ മുന്നണി സംവിധാനമാണ്. ബി.ജെ.പി. ഏറ്റവും ശക്തമായ ഒരു സംഘടനാ സംവിധാനമുള്ള പാർട്ടിയാണ്. ചരിത്രത്തിൽ ഇതുപോലെ സുശക്തമായ സംഘടനാ സംവിധാനമുള്ള ഒരു പാർട്ടി മുമ്പ് ഉണ്ടായിട്ടുമില്ല എന്ന ബി.ജെ.പിയെ പുകഴ്ത്തുന്ന നിലപാടാണ്, വളരെ വിവാദപരമായ നിലപാടാണ് പി ചിദംബരം സ്വീകരിച്ചിരിക്കുന്നത്. ഈ നിലപാടാണ് ഇപ്പോൾ ഇന്ത്യ മുന്നണിയിൽ വലിയ തരത്തിലുള്ള ആശയക്കുഴപ്പവും ഒപ്പം തന്നെ പ്രതിസന്ധിയും ഉണ്ടാക്കുന്നത്. ഈ വിഷയത്തിൽ ഇന്ത്യ മുന്നണി നേതാക്കളുടെ അടക്കം പ്രതികരണങ്ങൾ പുറത്തു വരുന്നുണ്ട്. നമ്മൾ നേരത്തെ കേട്ടതുപോലെ എം കെ സ്റ്റാലിൻ അടക്കമുള്ളവർ ഇക്കാര്യത്തിൽ പ്രതികരിച്ചു കഴിഞ്ഞു. എം കെ സ്റ്റാലിൻ പറയുന്നത് അത് ചിദംബരത്തിന്റെ മാത്രം അഭിപ്രായം എന്നതാണ്. ഇക്കാര്യത്തിൽ കൂടുതൽ പ്രതികരണങ്ങൾ നടത്താനും അദ്ദേഹം തയ്യാറായിട്ടില്ല. തമിഴ്നാട്ടിൽ നിന്നുള്ള നേതാവാണ് ചിദംബരം. അതുകൊണ്ട് തന്നെ എം കെ സ്റ്റാലിൻ്റെ ആ നിലപാടിന് ഏറെ പ്രസക്തിയുണ്ട് താനും. അപർണ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം നടത്തിയ ഒരു പ്രസ്താവന അദ്ദേഹം കേന്ദ്ര സർക്കാരിനെയും നരേന്ദ്രമോദിയെയും പുകഴ്ത്തുന്ന തരത്തിലുള്ള പ്രസ്താവനയാണ് നടത്തിയത്. കാരണം ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ സ്വീകരിച്ചത് ഏറ്റവും ഉചിതമായ നിലപാടാണ്. ഒരു യുദ്ധം ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു നീക്കം നടത്തിയത് ഏറ്റവും ഉചിതമായ നിലപാട് എന്ന തരത്തിൽ പുകഴ്ത്തുന്ന നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് ചിദംബരം രംഗത്ത് വന്നത്. ചിദംബരത്തിൻ്റെ ആ നിലപാട് തന്നെ അന്നേ സംശയകരമായ സാഹചര്യം ഉയർത്തിയിരുന്നു. എന്തായാലും കോൺഗ്രസിൻ്റെ ഏറ്റവും തലമുതിർന്ന നേതാവാണ്, മുൻ കേന്ദ്രമന്ത്രിയാണ്, കേന്ദ്ര ധനകാര്യമന്ത്രിയാണ് പി ചിദംബരം. അതുകൊണ്ട് ചിദംബരത്തിൻ്റെ ഈ പ്രസ്താവനയ്ക്ക് വലിയ പ്രസക്തിയുണ്ട്. കോൺഗ്രസ് കേന്ദ്രങ്ങൾ തന്നെ ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തേണ്ടി വരും. ഒരു കാര്യം വ്യക്തമാണ്, ശശി തരൂരിന് പിന്നാലെ പി ചിദംബരവും ഇത്തരം വിവാദ പ്രസ്താവനകൾ നടത്തുമ്പോൾ ഇന്ത്യ മുന്നണിയിലും കോൺഗ്രസിലും ഉണ്ടാവുന്ന ആശയക്കുഴപ്പം ചെറുതല്ല. സജിത്ത്, ഇപ്പോൾ തന്നെ ബിജെപിയുടെ നേതാക്കന്മാർ ട്വീറ്റുകൾ ഇടുന്നു. രാഹുൽ ഗാന്ധിയുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ള കോൺഗ്രസ് നേതാവ് തന്നെ കോൺഗ്രസിന് ഇനി ഭാവിയില്ല എന്ന് പറയുമ്പോൾ പിന്നെ ബിജെപിക്ക് എന്തിന് ബിജെപിയെ കുറിച്ച് പറയേണ്ട ആവശ്യം വരുന്നു എന്ന തരത്തിലുള്ള പരിഹാസമൊക്കെ വരുന്നു. ഏതെങ്കിലും കോൺഗ്രസ് നേതാക്കന്മാരുടെ പ്രതികരണം ഇന്ന് വന്നിട്ടുണ്ടോ? ഇന്ത്യ മുന്നണിയിൽ സ്റ്റാലിൻ മാത്രമേ പ്രതികരിച്ചിട്ടുള്ളൂ ഇതുവരെ. കോൺഗ്രസ് കേന്ദ്രങ്ങളൊന്നും കാര്യമായി ഈ വിഷയത്തിൽ ഇതുവരെയും പ്രതികരണമായി രംഗത്ത് വന്നിട്ടില്ല. അതേസമയം സൂചിപ്പിച്ചതുപോലെ ബി.ജെ.പി. ഇത് ആഘോഷമാക്കുകയും ചെയ്തിട്ടുണ്ട്. ബി.ജെ.പി. നേതാക്കൾ രാഹുൽ ഗാന്ധിയും കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ള ചിദംബരം ഇത്തരമൊരു നിലപാടെടുക്കുന്നത് കോൺഗ്രസ് തന്നെ ഇല്ലാതാവുന്നതിൻ്റെ സൂചനയാണ്. വ്യക്തിപരമായ താല്പര്യങ്ങൾ മാത്രമാണ് ഇന്ത്യ മുന്നണിയെ നയിക്കുന്നത് എന്നതൊക്കെ ബി.ജെ.പി. ഇതിനകം തന്നെ ശക്തമായ വിമർശനമായി എടുത്തു കഴിഞ്ഞു. അതായത് ചിദംബരത്തിൻ്റെ പ്രസ്താവന ചൂണ്ടിക്കാട്ടിക്കൊണ്ട് കോൺഗ്രസിനെയും ഇന്ത്യ മുന്നണിയും കടന്നാക്രമിക്കുന്ന രീതി ബി.ജെ.പി. നേതാക്കൾ സ്വീകരിച്ചു കഴിഞ്ഞു. ചിദംബരത്തിൻ്റെ ഈ നീക്കം എങ്ങോട്ട് എന്നത് സംബന്ധിച്ച വലിയ ആശങ്കകൾ ഉയരുന്നുണ്ട്. കാരണം തുടർച്ചയായി ബി.ജെ.പിയെയും നരേന്ദ്രമോദിയും ഫോർവേഡ് ബ്ലോക്ക് നേതാവ് ഡി ദേവരാജൻ നമുക്കൊപ്പം ചേരുന്നു.
ഈ തരത്തിൽ ഇന്ത്യ മുന്നണിയെ പ്രതിസന്ധിയിലാക്കിക്കൊണ്ട് പി ചിദംബരം, അദ്ദേഹത്തിന്റെ ഫോൺ കട്ടായിരിക്കുന്നു, അതിലേക്ക് വരാം എന്ന് കരുതുന്നു. സജിത്ത് തുടരാം. നമ്മൾ സൂചിപ്പിച്ചതുപോലെ അതായത് ഇത് കോൺഗ്രസിനകത്ത് ഉണ്ടാക്കുന്ന ആശയക്കുഴപ്പം ചെറുതല്ല. പല പാർട്ടികളുണ്ട്. ഇന്ത്യ മുന്നണി BJPക്കെതിരെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം മികച്ച രീതിയിൽ പോരാട്ട തന്ത്രങ്ങൾ ആസൂത്രണം ചെയ്യുമ്പോഴാണ് ചിദംബരത്തെ പോലെയുള്ള ഒരു പ്രധാനപ്പെട്ട നേതാവ് ഇങ്ങനെയൊരു നിലപാടെടുക്കുന്നത്. ചിദംബരം കോൺഗ്രസ് ഹൈക്കമാൻഡുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളാണ്, മുൻ കേന്ദ്രമന്ത്രിയാണ്. ആ തരത്തിൽ ചിദംബരത്തിന് പ്രാധാന്യമുണ്ട്. ഒപ്പം ചിദംബരം നമുക്കറിയാം നേരത്തെ തന്നെ ഞാൻ ഡി ദേവരാജൻ നമുക്കൊപ്പം ചേരുന്നു. ഇന്ത്യ മുന്നണിയെ പ്രതിസന്ധിയിലാക്കുന്ന തരത്തിലുള്ള ഒരു പരാമർശം നടത്തുക, അത് പി ചിദംബരത്തെ പോലത്തെ ഒരു മുതിർന്ന നേതാവിന്റെ ഭാഗത്തു നിന്ന് BJP നേതാക്കന്മാർ പരിഹസിച്ചുകൊണ്ട് എക്സിൽ സന്ദേശങ്ങൾ ഇടുന്ന ആ ഘട്ടത്തിലേക്ക് വരെ പോയിരിക്കുന്നു. ഏത് തരത്തിൽ കാണുന്നു? അദ്ദേഹം എന്തായിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക? ശ്രീ പി ചിദംബരം ഉദ്ദേശിച്ച് എന്താണെന്ന് പറയാൻ ഞാൻ ആളല്ല. പക്ഷേ അദ്ദേഹം പറഞ്ഞതായി പറയുന്ന കാര്യങ്ങളിൽ ചില വസ്തുതകളുണ്ട്. ആ വസ്തുതകള് ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികൾ കൂട്ടായി മനസ്സിലാക്കുകയോ അല്ലെങ്കിൽ അതിനനുസരിച്ച് പ്രവർത്തിക്കുകയോ ചെയ്യേണ്ടുന്ന ഒരു ആവശ്യകതയുണ്ട്. കാരണം BJPയുടെ സുശക്തമായ സംഘടനാ സംവിധാനം, BJP ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന രീതി, ഇതൊക്കെ തന്നെ ഇന്ത്യൻ രാഷ്ട്രീയത്തില് അനിതര സാധാരണമായ ഒരു ശക്തി BJPക്കുണ്ട് എന്ന് സമ്മതിക്കാതെ തരമില്ല. എന്നാൽ അതേസമയം ഇന്ത്യ സഖ്യം എന്ന് പറയുന്ന ഒരു സഖ്യം തെരഞ്ഞെടുപ്പിന് മുമ്പ് എല്ലാ പ്രതിപക്ഷ പാർട്ടികളെയും, ഒരുപക്ഷെ BJP ഇതര രാഷ്ട്രീയ പാർട്ടികൾ, BJPയോട് ആഭിമുഖ്യം കാണിക്കാൻ മടി കാണിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു പൊതുവേദി എന്ന നിലയിലാണ് ഇത് രൂപീകരിക്കപ്പെട്ടത്. പക്ഷെ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് രൂപീകരിക്കപ്പെട്ടെങ്കിലും ആ ഇന്ത്യ മുന്നണി എന്ന നിലയിൽ എല്ലാ സംസ്ഥാനത്തും ഒരുപോലെ പ്രവർത്തിക്കുവാൻ അന്നേ ആ സംവിധാനത്തിന് കഴിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു അപര്യാപ്തത. അതിനുശേഷം നമ്മൾ കാണുന്നത് പാർലമെന്റില് ചില ഇടപെടലുകളുടെ സമയത്ത് മാത്രം ഇത്തരമൊരു കാര്യത്തെ സംബന്ധിച്ചുള്ള ചില ചർച്ചകൾ വരുന്നു, അല്ലെങ്കിൽ മുന്നണിയെ സംബന്ധിച്ചുള്ള പരാമർശങ്ങൾ വരുന്നു എന്നതിനപ്പുറത്തേക്ക് BJP ഗവൺമെന്റിന്റെ ജനവിരുദ്ധ നടപടികൾക്കെതിരായോ അല്ലെങ്കിൽ BJP മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയത്തിനെതിരായോ ഒരു പൊതു രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുവാൻ ഇന്ത്യ മുന്നണിയിലെ ഘടകകക്ഷികൾക്ക് കഴിയുന്നില്ല. ഒരുപക്ഷെ അങ്ങനെ ഒരു നിലപാടിലേക്ക് മറ്റുള്ളവരെ കൂടെ കൊണ്ട് എത്തിക്കുവാൻ ആ മുന്നണിക്ക് നേതൃത്വം നൽകുന്ന പാർട്ടിക്കും പലപ്പോഴും കഴിയുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ഇപ്പൊ തന്നെ നമ്മൾ നോക്കൂ, ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം, ഈ വിഷയത്തിൽ പോലും എല്ലാ പാർട്ടികളും അഭിപ്രായം പറയുന്നു എന്നുള്ളതല്ലാതെ ഒരു കൂട്ടായ ഒരു അഭിപ്രായ സ്വരൂപിക്കുവാനുള്ള ശ്രമം നടക്കുന്നില്ല എന്നുള്ളൊരു വാസ്തവമാണല്ലോ. ഇതൊക്കെ ഈ ചിദംബരത്തെ പോലെയുള്ള മുതിർന്ന രാഷ്ട്രീയ നേതാക്കന്മാർ, എത്രയോ വർഷത്തെ പാരമ്പര്യമുള്ള, അനുഭവ തഴക്കമുള്ള, ഇത്തരം വിഷയങ്ങൾ കൈകാര്യം ചെയ്ത് പരിജ്ഞാനമുള്ള നേതാക്കന്മാരാണ് ഇവരൊക്കെ. അപ്പൊ അവരുടെയൊക്കെ മനസ്സിലും ഇത്തരം അഭിപ്രായങ്ങൾ വരുന്നതും അത് പറയേണ്ട സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടും അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നില്ല അല്ലെങ്കിൽ നടപടികൾ ഉണ്ടാകുന്നില്ല എന്നുള്ളത് കൊണ്ടുകൂടി ആയിരിക്കണം ഒരുപക്ഷെ ഇതൊക്കെ പരസ്യപ്പെടുത്തുവാൻ അവർ നിർബന്ധിതരാകുന്നത്. ഇതൊരു തിരുത്തലിന്റെ സമയമായി ഇനിയെങ്കിലും അങ്ങനെയുള്ള ഒരു അഭിപ്രായമാണോ ഉണ്ടാകുന്നത്? പക്ഷേ ഈ കഴിഞ്ഞ തവണയും ഒരുപക്ഷെ കോൺഗ്രസിലെ ബഹുഭൂരിപക്ഷം പറയുന്ന അഭിപ്രായത്തിനൊക്കെ വിരുദ്ധമായിട്ട് ഇന്ദിരാഗാന്ധി ഭരണവുമായി ബന്ധപ്പെട്ട യുദ്ധ സമയത്തൊക്കെ പി ചിദംബരം പറഞ്ഞ വിഷയങ്ങളൊക്കെ തള്ളുകയായിരുന്നു പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കന്മാരൊക്കെ. അങ്ങനെ ഒരു അഭിപ്രായ വ്യത്യാസം ഒരു ജനാധിപത്യ പാർട്ടിയിൽ എപ്പോഴും ഉണ്ടാകുന്ന ചില അഭിപ്രായ വ്യത്യാസങ്ങൾ, ആ തരത്തിൽ ഇത് പോകുമോ അതോ ഒരു കാതലായ തിരുത്തലിലേക്ക് ഇന്ത്യ മുന്നണിയെ കടക്കാൻ അത് പ്രേരിപ്പിക്കുമോ? ഈ കോൺഗ്രസിനെ സംബന്ധിച്ച് നമ്മൾ പൊതുവെ പറയുന്ന ഒരു ക്ലീശയാണല്ലോ, ലിബറൽ ജനാധിപത്യ പാർട്ടിയാണ്, ആർക്കും അഭിപ്രായങ്ങൾ പറയാം എന്നൊക്കെ ഉള്ളതൊരു സ്ഥിരമായി പറയുന്ന ഒരു പല്ലവി എന്നതിനപ്പുറത്തേക്ക് പണ്ടൊക്കെ ഇതൊക്കെ പറയുമ്പോൾ കൈകാര്യം ചെയ്യുവാൻ ശേഷിയും ശേഷിയും ഉള്ളൊരു വലിയ ഒരു അനുഭവ പാരമ്പര്യമുള്ള ഒരു ഹൈക്കമാൻഡ് ഉണ്ടായിരുന്നു കോൺഗ്രസ് പാർട്ടിക്ക്. ഇന്ന് ഹൈക്കമാൻഡ് ഇല്ലെന്നോ അല്ലെങ്കിൽ ഹൈക്കമാൻഡ് തീരുമാനമെടുക്കാൻ പ്രാപ്തിയില്ലാത്തവരാണെന്നോ എന്നുള്ളതല്ല ഞാൻ ഈ പറയാൻ ഉദ്ദേശിക്കുന്നത്. മറിച്ച് പല കാര്യങ്ങളിലും ബാക്കിയുള്ളവരെ കൂടി ചേർത്ത് പിടിച്ചുകൊണ്ട് പോകുവാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയം, അത്ര ഒരു രാഷ്ട്രീയ മെച്യൂരിറ്റി പലപ്പോഴും ഉണ്ടാകുന്നില്ല എന്ന പരാതി മറ്റു പലർക്കുമുണ്ട്.
അതുകൊണ്ടാണ് പല ഘട്ടങ്ങളിലും ശ്രീ മമതാ ബാനർജി ആയിരുന്നാലും ശരി, അഖിലേഷ് യാദവ് ആയിരുന്നാലും തേജസ്വി ആയിരുന്നാലും പലപ്പോഴും പല സന്ദർഭങ്ങളിലും അവർക്ക് അവരുടേത് അഭിപ്രായങ്ങൾ ഇതിൽ നിന്ന് വ്യത്യസ്തമായി പരസ്യമായി പറയുവാൻ നിർബന്ധിതരാകുന്നത്. മറിച്ചൊരു ഒരു സംവിധാനം, എല്ലാ പാർട്ടികളുടെയും പൊതുവേദി എന്ന നിലയിലൊരു സംവിധാനം ഉണ്ടാകുമ്പോൾ അതിലെല്ലാ പാർട്ടികളും കൂടി പറഞ്ഞു വരുന്ന അഭിപ്രായങ്ങളിലൂടെ ഒരു സിന്തസിസ് ഉരുത്തിരിഞ്ഞ് വരാറുണ്ട്. അതായിരിക്കും പിന്നെ എല്ലാവരും പറയുക. ബാക്കിയുള്ളതൊക്കെ അവരുടെ പാർട്ടിക്ക് അകത്ത് നടക്കുന്ന ചർച്ചകൾ മാത്രമായിരിക്കും. അപ്രകാരമുള്ള ഒരു കൺസെൻസസ് രൂപീകരിക്കുന്നതിനുള്ള ഒരു നടപടി ഉണ്ടാകുന്നില്ല എന്ന പരാതി പലർക്കും അതാണ്. ശ്രീ പി ചിദംബരം ഈ പറയുന്നത് ഒരു പക്ഷേ തന്റെ പാർട്ടിക്കകത്ത് നടന്ന ചർച്ചകളിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ രീതിയിലുള്ളൊരു ശ്രദ്ധ ആകർഷിക്കുവാനോ അതനുസരിച്ചുള്ള നടപടികൾ ഉണ്ടാകുന്നില്ല എന്നുള്ളതുമായ പരാതി അദ്ദേഹം പരസ്യമായി വെളിപ്പെടുത്തിയതുമാകാം. ഇത് തന്നെയാണല്ലോ ശ്രീ ശശി തരൂരും ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം ചില വിഷയങ്ങളിൽ നമ്മൾ സ്വീകരിക്കേണ്ട നിലപാട് ആ പേര് പറഞ്ഞത് കൊണ്ടാണ് ശ്രീ ഡി ദേവരാജൻ, ശശി തരൂരും ഈ അഭിപ്രായം പറയുന്നു. ഏത് തരത്തിലാണ് ആ അഭിപ്രായത്തിനെതിരെയുള്ള പ്രതികരണങ്ങൾ വരാറുള്ളത് എന്ന് നമുക്ക് വ്യക്തമായി അറിയുന്നതുമാണ്. കട്ടായ അദ്ദേഹത്തിന്റെ ഫോണ്. സജിത്തിലേക്ക് വീണ്ടും. സജിത്ത്, ഇതൊരു തിരുത്തലിന് കടക്കേണ്ട സമയമായിരിക്കുന്നു ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം. പ്രധാനപ്പെട്ട നേതാക്കന്മാർ, ഇത് പി ചിദംബരം മാത്രമല്ല ശശി തരൂർ അടക്കമുള്ളവരും പറയുന്ന കാര്യമാണ് എന്ന് ഡി ദേവരാജൻ പറയുന്നതിൽ മറ്റൊരു തലം കൂടി ഉണ്ടല്ലോ. മാത്രമല്ല ഇപ്പോൾ ഈ ഒരു അഭിപ്രായം പി ചിദംബരം പറഞ്ഞിരിക്കുന്നത് തന്നെ സൽമാൻ ഖുർഷിദിന്റെയും മൃത്യുഞ്ജയ് സിംഗ് യാദവിന്റെയും പുസ്തക പ്രകാശനവുമായി ബന്ധപ്പെട്ട്, അതായത് ഈ തരത്തിലുള്ള കാര്യങ്ങൾ തന്നെ അഡ്രസ്സ് ചെയ്യുന്ന ഒരു പുസ്തകത്തിന്റെ പ്രകാശനവുമായി ബന്ധപ്പെട്ട് എന്നുള്ള തരത്തിലുള്ള വാർത്തകളും വരുന്നു. അതായത് ഇത് മുന്നണിയെ കുറ്റപ്പെടുത്തുകയല്ല, പക്ഷെ മുന്നണി ഒരു തിരുത്തലിന് തയ്യാറായില്ലെങ്കിൽ വലിയ തിരിച്ചടി നേരിടേണ്ടി വരും എന്നുള്ളൊരു സ്വയം വിമർശനമായിട്ട് ആ തരത്തിലൊക്കെയുള്ള വ്യാഖ്യാനങ്ങളായിരിക്കും ഉണ്ടാവുക ഇനി, അല്ലേ? സ്വാഭാവികമായി ഈ മുന്നണിക്കകത്ത് നിന്നുകൊണ്ട് മുന്നണിയുടെ പോരായ്മകൾ പറയുന്നത് ഒരു ശീലമാണ്. അത് കോൺഗ്രസിൽ മുൻകാലങ്ങളിൽ കണ്ടിട്ടുമുണ്ട്. പക്ഷേ അതിനപ്പുറം ഇത് BJP-യെ വാനോളം പുകഴ്ത്തുന്ന നിലപാട് സ്വീകരിക്കുന്നു എന്ന കൂടിയാണ്. കാരണം ചരിത്രത്തിൽ ഇതുപോലെ BJP പോലെ സുസംഘടിതമായ ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടായിട്ടില്ല എന്നും മറ്റുമുള്ള വലിയ വാക്കുകളാണ് ചിദംബരം ഉപയോഗിച്ചത്. ആ വാക്കുകൾ ബോധപൂർവം ഉപയോഗിച്ചതല്ലേ എന്ന ചോദ്യം കൂടിയാണ് ഉയർന്നു വരുന്നത്. കാരണം ഈ ഒരു രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ ഇത്തരം വാദമുയർത്തുമ്പോൾ അത് BJP-ക്ക് അനുകൂലമായി, കേന്ദ്ര സർക്കാരിന് അനുകൂലമായി മാറുകയല്ലേ ഉള്ളൂ. അതറിയാതെ കൊണ്ടാണോ ചിദംബരം ഇത്തരം പ്രയോഗം നടത്തിയത്? ചിദംബരത്തിന്റെ ഒരു നീക്കത്തിന്റെ ഭാഗം കൂടിയാണോ ഇതെന്ന ചോദ്യം ഉയരുകയാണ്. നമുക്കറിയാം, ഈ പാകിസ്ഥാനെതിരായ നീക്കത്തിന്റെ പേരിൽ ഇന്ത്യ മുന്നണിക്കകത്ത് പ്രത്യേകിച്ച് കോൺഗ്രസ് നേതാക്കൾക്ക്, കോൺഗ്രസിനൊക്കെ കേന്ദ്ര സർക്കാരിനെതിരെ വലിയ വിമർശനമുണ്ട്. പക്ഷേ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അത് ആ രീതിയിൽ പ്രസ് ചെയ്യാതെ അവർ പിന്നോട്ട് പോയി എന്നതാണ് സംഭവിച്ചത്. പക്ഷേ ചിദംബരം ആവട്ടെ ന്യായീകരിച്ച് രംഗത്ത് വരുന്നു. കോൺഗ്രസിന്റെ പ്രധാന നേതാക്കൾക്ക് കേന്ദ്ര സർക്കാരിന് എതിരെ വിമർശനമുള്ളപ്പോൾ തന്നെ ചിദംബരം അതിനെ ന്യായീകരിച്ചു രംഗത്ത് വന്നു എന്നതാണ് സാഹചര്യം. അത് എങ്ങനെ സംഭവിക്കുന്നു? ചിദംബരത്തിന്റെ ഈ നീക്കത്തിന് പിന്നിൽ മറ്റൊരു രാഷ്ട്രീയ സാധ്യത തേടലാണോ എന്നതിൽ ആണ് ആശയക്കുഴപ്പം ഉണ്ടാവുന്നത്. എന്തായാലും ഇതിൽ വ്യക്തത വരുത്തേണ്ടത് ചിദംബരമാണ്. ചിദംബരത്തിന്റെ തുടർ നീക്കങ്ങൾ കൂടി ഇക്കാര്യത്തിൽ പ്രസക്തമാണ്. കോൺഗ്രസ് കേന്ദ്രങ്ങൾ വളരെ കരുതലോടെയാണ് ഇക്കാര്യത്തിൽ പ്രതികരിക്കുന്നത് എന്നതാണ് സാഹചര്യം. അതേസമയം BJP ആവട്ടെ ചിദംബരത്തിന്റെ പ്രസ്താവനയെ വലിയ രീതിയിൽ ആഘോഷമാക്കുകയും ചെയ്യുന്നു. സജിത്ത്, TG സജിത്താണ് വിവരങ്ങൾ.